ഈസ്റ്ററിന്റെ പ്രത്യാശ നിർഭരമായ പുലർച്ചയ്ക്ക് പിന്നിൽ നട്ടുച്ചയ്ക്ക് സൂര്യൻ ഇരുണ്ടുപോയ ഒരു ദുഃഖവെള്ളിയുടെ മധ്യാഹ്നമുണ്ട്. പക്ഷേ മനുഷ്യപുത്രൻ മരണത്തെ ജയിച്ച് ഉയർത്തെഴുന്നേറ്റതിന്റെ ആഹ്ലാദം പങ്കിടുന്ന ഈസ്റ്റർ ദിന ആരവങ്ങൾക്കിടയിൽ എന്റെ ദൈവമേ, നീ എന്നെ കൈവിട്ടതെന്ത് എന്ന് ഉറക്കെ നിലവിളിച്ച് കടന്നുപോയ ദുഃഖവെള്ളിയുടെ ഉൾക്കിടിലങ്ങളെ നാം പലപ്പോഴും മറന്നുപോകുന്നു. എങ്കിൽ ഈസ്റ്റർ ഒന്നാമത് നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്താണ്? അത് ലളിതമായ ഈ ഒരു സത്യമാണ്: രാത്രിയില്ലാതെ ഒരു പ്രഭാതമില്ല. ദുഃഖവെള്ളിയെ തുടർന്നാണ് ഈസ്റ്റർ. കുരിശില്ലാതെ കിരീടമില്ല. നമ്മുടെ ജീവിതത്തോടുള്ള ബന്ധത്തിലും ഇക്കാര്യം ഹൃദയപൂർവ്വം അംഗീകരിക്കുന്നത് നമുക്ക് ഏറെ സ്വസ്ഥത നൽകും. എന്നാൽ ഇത് എങ്ങനെ ഹൃദയപൂർവ്വം അംഗീകരിക്കാൻ ഒരുവന് കഴിയും? ഇരുളും ദുഃഖവും ക്രൂശും സ്വാഗതം ചെയ്യുക സ്വാഭാവികമായി സാധ്യമാണോ? യേശുവിന്റെ ജീവിതത്തിലെ ഒരു നിലപാട് ഇതിനെക്കുറിച്ച് നമുക്ക് വെളിച്ചം നൽകും. യേശുവിനെ ക്രൂശീകരണത്തിന് തൊട്ടു മുൻപുള്ള വിചാരണ എന്ന പ്രഹസനത്തിന് പിടിച്ചുകൊണ്ടുപോകാൻ ഗെത്സെമനെ തോട്ടത്തിൽ മഹാപുരോഹിതന്റെ പടയാളികൾ വന്ന സമയം പത്രോസ് പെട്ടെന്ന് യേശുവിനെ സംരക്ഷിക്കാനായി വാളൂരി പടയാളികൾക്കു നേരെ വീശി. ഈശോ അപ്പോൾ അവനോട് ഇങ്ങനെ പറയുന്നു: വാൾ ഉറയിലിടുക. പിതാവ് എനിക്ക് തന്ന പാനപാത്രം ഞാൻ കുടിക്കേണ്ടതല്ലയോ? അപ്പോൾ അതാണ് കാര്യം. തന്റെ ക്രൂശിനെ യേശു പിതാവ് തന്ന പാനപാത്രമായി കണ്ടു. അതുകൊണ്ട് തന്നെ പിതാവിന്റെ ഹിതം ചെയ്യുന്നത് ജീവിതത്തിലെ പരമപ്രധാനമായ കാര്യമായി കണ്ടിരുന്ന യേശുവിന് ആ ക്രൂശിനെ സന്തോഷപൂർവ്വം സ്വാഗതം ചെയ്യാൻ കഴിഞ്ഞു. യേശുവിന്റെ ഈ നിലപാടിന്റെ വിദൂരമായ ഒരു നിഴൽ ബൈബിളിലെ ഒരു പഴയ നിയമ കഥാപാത്രമായ ഇയ്യോബിലും നാം കാണുന്നുണ്ട്. ഇയ്യോബിന്റെ ജീവിതത്തിൽ ഒട്ടേറെ ദുരിതങ്ങൾ ഒന്നിനു പിറകെ ഒന്നായി വന്നു. അപ്പോൾ അവന്റെ ഭാര്യ പോലും ഇത്തരം ദുരനുഭവങ്ങൾ അനുവദിക്കുന്ന ദൈവത്തെ തിരിച്ചു പറഞ്ഞ് മരിച്ചു കളയാൻ അവനെ പ്രേരിപ്പിക്കുന്നു. ഈ സന്ദർഭത്തിൽ ഇയ്യോബ് അവൾക്ക് നൽകുന്ന മറുപടി ഇങ്ങനെ: ഒരു പൊട്ടി സംസാരിക്കുന്ന പോലെ നീ സംസാരിക്കുന്നു. നാം ദൈവത്തിന്റെ കയ്യിൽ നിന്ന് നന്മ കൈക്കൊള്ളുന്നു, തിന്മയും കൈക്കൊള്ളരുതോ? വലിയവനായ ദൈവത്തെ ഈശോ മാനവരാശിക്ക് പരിചയപ്പെടുത്തിയത് നമ്മെ സ്നേഹിക്കുന്ന സ്വർഗീയ പിതാവ് എന്നാണ്. നാമും ദൈവത്തെ ആ നിലയിൽ കണ്ടാൽ അവിടുന്ന് നമുക്ക് അനുവദിക്കുന്ന അനുഭവങ്ങളെ അവയുടെ വിശദാംശങ്ങളൊന്നും മനസ്സിലാകുന്നില്ലെങ്കിലും നമ്മുടെ അത്യന്തിക നന്മയ്ക്കായി അനുവദിച്ചിരിക്കുന്നതാണെന്ന് കരുതുവാനും അവയെക്കുറിച്ച് പരാതിയും പരിഭവവും ഇല്ലാതിരിക്കാനും കഴിയും. എന്താണ് ഈ ലോകത്ത് നമുക്ക് കൈക്കൊള്ളാൻ കഴിയുന്ന അത്യന്തിക നന്മ? ഇതിന് ബൈബിൾ വളരെ വ്യക്തതയോടെ ഒരു ഉത്തരം നൽകുന്നുണ്ട്. റോമ 8:21 പറയുന്നത് നമുക്ക് സംഭവിക്കുന്നതെല്ലാം ദൈവം നമ്മുടെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുന്നു എന്നാണ്. ഇവിടെ ഒരു സംശയം വരാം: കഷ്ടവും രോഗവും മരണവുമെല്ലാം നമ്മുടെ നന്മയ്ക്കായി തീരുന്നതെങ്ങനെ? തൊട്ടടുത്ത വചനം അത് വിശുദ്ധമാക്കുന്നു. യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപമാകുന്നതാണ് ഭൂമിയിൽ ഒരുവന് നേടാവുന്ന അത്യന്തിക നന്മ. അപ്പോൾ രോഗമായാലും കഷ്ടതയായാലും അത് നമ്മെ യേശുവിന്റെ സ്വഭാവത്തിലേക്ക് നയിക്കുന്നുണ്ടെങ്കിൽ അത് നമ്മുടെ അത്യന്തിക നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയാണ്. യേശു തന്റെ കഷ്ടങ്ങളിൽ പരാതിയോ പിറുപിറുപ്പോ ദൈവത്തോടും മനുഷ്യരോടും കയ്പോ ഉണ്ടായിരുന്നില്ല. നമ്മുടെ കഷ്ടങ്ങളും നമ്മെ അത്തരമൊരു സ്വഭാവത്തിലേക്ക് നയിക്കുമെങ്കിൽ ആ കഷ്ടങ്ങൾ നമ്മുടെ നന്മയ്ക്കായി കൂടി വ്യാപരിക്കുകയല്ലേ? ജീവിതത്തിൽ താൻ കുടിക്കേണ്ടി വന്ന കഷ്ടതയുടെ പാനപാത്രത്തെ പിതാവ് എനിക്ക് തന്ന പാനപാത്രം എന്ന് യേശു വിശേഷിപ്പിച്ചതും നാം കണ്ടല്ലോ. വാസ്തവത്തിൽ ആ പാനപാത്രം യേശുവിനായി ഒരുക്കിയത് തന്റെ ശത്രുക്കളല്ലേ? അതെ, എന്നാൽ അതിനെ യേശു വിളിക്കുന്നത് പിതാവ് തനിക്ക് തന്ന പാനപാത്രം എന്നാണ്. പിതാവ് ഒരുക്കിയ പാനപാത്രം ഏത് മനുഷ്യകരത്തിൽ നിന്നും വാങ്ങിക്കുടിക്കാൻ അവിടുന്ന് സദാ തയ്യാറായിരുന്നു. മാത്രമല്ല, ലവലേശം പരിഭവമോ കയ്പോ ഇല്ലാതെയാണ് അങ്ങനെ ചെയ്തത്. യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുന്ന അത്യന്തിക നന്മയാണ് നമ്മുടെ ലക്ഷ്യമെങ്കിൽ ഇക്കാര്യത്തിൽ നാം എത്ര കാലം ഇനിയും മുന്നോട്ട് പോകേണ്ടിയിരിക്കുന്നു. ഒരു കൊച്ചു പെൺകുട്ടിയുടെ കഥ കേട്ടിട്ടുള്ളത് ഇവിടെ പ്രസക്തമാണെന്ന് തോന്നുന്നു. പെൺകുഞ്ഞ് എന്നും സ്കൂളിലേക്കും തിരികെ വീട്ടിലേക്കും നടന്നാണ് പോയിക്കൊണ്ടിരുന്നത്. ഒരു ദിവസം ഉച്ച കഴിഞ്ഞപ്പോൾ ശക്തിയായ കാറ്റ്, മഴയില്ലെങ്കിലും ഇടയ്ക്കിടെ മിന്നലും ഇടിയും. മകൾ സ്കൂൾ വിട്ട് തനിയെ നടന്നു വരുമ്പോൾ ഇടിമിന്നൽ മൂലം പേടിച്ചു പോയേക്കുമെന്ന് കരുതി അമ്മ അവളെ അന്വേഷിച്ച് ഇറങ്ങി. അമ്മ സ്കൂളിലേക്ക് വേഗത്തിൽ നടന്നു ചെല്ലുമ്പോൾ മകൾ ഇതാ മെല്ലെ ഒറ്റയ്ക്ക് വഴിയുടെ മറുവശത്തു കൂടി നടന്നു വരുന്നു. പെട്ടെന്ന് തിളങ്ങുന്ന വാൾ പോലെ ഒരു മിന്നൽ പിണർ ആകാശത്തെ കീറി മുറിച്ചു. തുടർന്ന് ഭയാനകമാം വിധം ഇടിമുഴങ്ങി. എന്നാൽ അമ്മ ശ്രദ്ധിച്ചപ്പോൾ മകൾ പെട്ടെന്ന് നടത്തം നിർത്തി മിന്നൽ പിണറിനെ നോക്കി പുഞ്ചിരിക്കുന്നു. അതിനുശേഷം പിന്നെയും നടക്കുന്നു. ഓരോ തവണയും മിന്നലുണ്ടാകുമ്പോൾ കുഞ്ഞ് നടത്തം നിർത്തി മുഖം ആകാശത്തേക്ക് ഉയർത്തി പുഞ്ചിരിക്കുകയാണ്. പെട്ടെന്ന് മകൾ അമ്മയെ കണ്ടു. അവൾ അമ്മയുടെ അടുക്കിലേക്ക് ഓടിയെത്തി. അമ്മ കുഞ്ഞിനെ ചേർത്തണച്ചുകൊണ്ട് ചോദിച്ചു: മോളെ, നീ എന്താ ചെയ്യുന്നത്? എന്താ നീ മിന്നലുണ്ടാകുമ്പോൾ നടത്തം നിർത്തി ആകാശത്തേക്ക് നോക്കി പുഞ്ചിരിക്കുന്നത്?
സഹജമായ നിഷ്കളങ്കതയോടെ കുഞ്ഞു പറഞ്ഞു, ഞാൻ സുന്ദരി കുട്ടിയായി നിൽക്കുവാൻ ശ്രമിക്കുന്നതാ മമ്മി. നോക്കൂ, ദൈവം വീണ്ടും വീണ്ടും എന്റെ ഫോട്ടോ എടുത്തുകൊണ്ടിരിക്കുകയല്ലേ. ഇന്ന് നമ്മൾ ജീവിതത്തിൽ ഓർക്കാപ്പുറത്ത് ഇടിമിന്നലുകളെ അഭിമുഖീകരിക്കുമ്പോൾ മെല്ലെ തല ഉയർത്തി ഇടിമിന്നലിന് പിന്നിലുള്ള ദൈവത്തിന്റെ കരങ്ങളെ കാണുവാൻ ഇടയാകട്ടെ. എന്നാൽ ഒരു കാര്യം പുഞ്ചിരി തൂകാൻ മറന്നു പോകരുത്. ഈസ്റ്റർ നമ്മെ ഓർമ്മിപ്പിക്കുന്ന ലളിതമായ മറ്റൊരു സത്യം തിന്മയുടെ മേൽ അവസാന ജയം നന്മയ്ക്കായിരിക്കും എന്നതാണ്. വാക്കിലും പ്രവൃത്തിയിലും മനോഭാവത്തിലും തെറ്റൊന്നും ചെയ്യാത്തവനായിരുന്നു യേശു. എല്ലാവരുടെയും നന്മ മാത്രം ആഗ്രഹിച്ചവൻ. എന്നിട്ടും മതമേലധ്യക്ഷന്മാരും ഭരണകൂടവും അവന് എതിരായിരുന്നു. തെറ്റായ ആരോപണങ്ങൾ ഉന്നയിച്ച് അവർ അവനെ ക്രൂശിച്ചു കൊന്നു. തിന്മയും അസത്യവും ജയിച്ചുവെന്ന് എല്ലാവരും കരുതിപ്പോയ നിമിഷം. പക്ഷേ ആഴ്ചവട്ടത്തിന്റെ 1-ാം നാളായപ്പോൾ യേശു മരണത്തിന്റെ ശക്തികളെ തോൽപ്പിച്ച് ഉയർത്തെഴുന്നേറ്റു. തിന്മയ്ക്ക് താൽക്കാലിക ജയം മാത്രം. അവസാനമായി ജയിക്കുന്നത് നന്മയും സത്യവും മാത്രം. വെള്ളിയാഴ്ച സത്യത്തെ ക്രൂശിച്ചാൽ അത് ഞായറാഴ്ച ഉയർത്തെഴുന്നേൽക്കും. തലച്ചോറിൽ ഇതൊരു സിദ്ധാന്തമായി അറിഞ്ഞാൽ പോരാ. തലയിൽ നിന്ന് ഒരടി താഴേക്ക് നമ്മുടെ ഹൃദയത്തിലേക്ക് ഇതൊരു ബോധ്യമായി വന്നാൽ അത് നമ്മുടെ ജീവിതത്തെ ഏറെ വ്യത്യാസപ്പെടുത്തും. നാം പിന്നീട് നഷ്ടങ്ങളും തെറ്റിദ്ധാരണകളും ഉണ്ടായാലും നന്മയുടെയും സത്യത്തിന്റെയും ഭാഗത്ത് നിൽക്കും. വളഞ്ഞ വഴികൾ തേടുന്നവർക്ക് താൽക്കാലിക നേട്ടം ഉണ്ടായെന്ന് വരാം. അവരാണ് ജയിച്ചതെന്ന് മറ്റുള്ളവരും കരുതിയേക്കാം. എന്നാൽ തിന്മയും അസത്യവും അത്യധികമായി പരാജയപ്പെടും. അതുകൊണ്ട് സത്യത്തിന്റെ പക്ഷത്ത് ഒരു ന്യൂനപക്ഷമേയുള്ളൂ എങ്കിലും അവരോടൊപ്പം നിൽക്കുക. ഇതുവരെ പറഞ്ഞ കാര്യങ്ങളെ ഇങ്ങനെ പറയാം. 1. ജീവിതാനുഭവങ്ങളെ കേവലം സുഖമെന്നും ദുഃഖമെന്നും കാണാതിരിക്കാം. സുഖമായാലും ദുഃഖമായാലും അത് നമ്മെ യേശുവിന്റെ സ്വഭാവത്തോട് അനുരൂപപ്പെടുത്തട്ടെ. അതാണ് ഈ ലോക ജീവിതത്തിൽ ഒരുവന് നേടാവുന്ന അത്യന്തിക നന്മ. പക്ഷേ കാര്യങ്ങളെ ഈ കാഴ്ചപ്പാടിൽ കാണണമെന്നുണ്ടെങ്കിൽ ഒന്നാമത് ദൈവത്തെ സ്വർഗീയ പിതാവായി കാണുന്ന ലളിതമായ ഒരു വിശ്വാസത്തിലേക്ക് നാം വരണം. ഇതൊരു പിതൃപുത്ര ബന്ധമാണ്. ഇതെങ്ങനെയാണ് സാധ്യമാകുന്നതെന്ന് ബൈബിൾ പറയുന്നു. യേശുവിനെ ഹൃദയത്തിൽ കൈക്കൊണ്ട് അവന്റെ നാമത്തിൽ വിശ്വസിക്കുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അവൻ അധികാരം കൊടുത്തു. ലളിതമായ ഒരു വിശ്വാസത്തോടെ യേശുവിനെ ജീവിതത്തിൽ നാഥനും കർത്താവുമായി സ്വീകരിക്കുക. അപ്പോൾ മാത്രമാണ് ഈസ്റ്റർ നമ്മെ സംബന്ധിച്ചിടത്തോളം ഒരു യാഥാർത്ഥ്യമായി മാറുക. 2. തിന്മയുടെയും അസത്യത്തിന്റെയും ജയം താൽക്കാലികം. ഭൂരിപക്ഷത്തോടൊപ്പം വളഞ്ഞ വഴികൾ തേടാതെ കഷ്ടങ്ങൾ സഹിച്ചും സത്യത്തിനു വേണ്ടി നിൽക്കുക. അത്യധിക ജയം സത്യത്തിനു മാത്രം. ഈസ്റ്റർ നമുക്ക് നൽകുന്ന 2 പ്രധാന പാഠങ്ങൾ ഇവയാണ്. എല്ലാവർക്കും ഈസ്റ്റർ ആശംസകൾ.